GYB ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പാമിസ്ട്രിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഹസ്തരേഖയുടെ വീഡിയോ, ആസ്ട്രോളജി എന്ന് പറയുന്ന വീഡിയോകൾ 2025 വരെ പ്ലേലിസ്റ്റൊക്കെ ഞാൻ താഴെ കിട്ടുന്നുണ്ട്. നിങ്ങളോട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരുന്നു, അത് പോയി കാണുക. അപ്പം ഒരുപാട് 27 നക്ഷത്രത്തിൻ്റെ ഫലം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ പാമിസ്ട്രിക്ക് വേണ്ടി ഞാൻ പ്ലേലിസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നിപ്പം പറയാൻ പോകുന്നത് വിദേശത്തേക്ക് ആരെല്ലാം പോകും, വിദേശത്ത് ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ജീവിതം, വിദേശത്ത് വെച്ചാണോ നിങ്ങളുടെ വിവാഹം, അല്ലെങ്കിൽ വിദേശത്തുള്ള വിദേശ വനിതയോ വിദേശ പുരുഷനെയോ വിവാഹം കഴിക്കാനാണോ നിങ്ങളുടെ യോഗം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. മാത്രമല്ല വിദേശത്ത് പല രീതിയിലുള്ള തൊഴിലുകൾ മാറി മാറി ചെയ്യുന്നവരുണ്ട്, ബിസിനസ് ചെയ്യുന്നവരുണ്ട്. ചിലർ പോയ ശേഷം ഒന്നും രക്ഷ പ്രാപിക്കാതെ വരുന്നവരുണ്ട്. ചിലത് ഒരു രക്ഷയുമില്ലാത്ത സമയങ്ങളിൽ വിദേശത്ത് പോയ ശേഷം രക്ഷ പ്രാപിച്ച് തിരിച്ചു വരുന്നവരുണ്ട്. ചിലർ സാധാരണ ജോലിക്ക് പോയ ശേഷം അവിടെ ചെന്ന് ബിസിനസ് ചെയ്ത് വലിയ പണക്കാരായവരുണ്ട്. ചിലർ സാധാരണ ജോലികൾ ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുന്നവരുമുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ആളുകളാണ് നിങ്ങളെന്നുള്ളത് മനസ്സിലാക്കാനും നിങ്ങൾക്ക് വിദേശത്ത് പോകാൻ യോഗമുണ്ടോ എന്ന് മനസ്സിലാക്കാനുമായിട്ടാണ് ഈ ഒരു ഹസ്തരേഖയുടെ ഈ പാമിസ്ട്രിയുടെ ഈ കാര്യങ്ങൾ ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നു. ഹസ്തരേഖയുടെ കാര്യം സംസാരിക്കാൻ പോകുന്നു. അപ്പോൾ വിദേശ ഭാഗ്യത്തെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ആദ്യമായിട്ട് എന്നെ ഈ കാണുന്ന ആളുകളാണെങ്കിൽ, ഈ ചാനലിൽ എന്നെ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാനുള്ള ഇമേജുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. 3-4 തരം വ്യത്യസ്ത ഇമേജുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതനുസരിച്ച് നമുക്ക് വീഡിയോയിലേക്ക് ഞാൻ ഇമേജ് കാണിച്ച് ഓരോന്നും പറഞ്ഞു തരുന്നതാണ്, ശ്രദ്ധിച്ച് കാണുക. അപ്പം ഓരോ 5-6 ഇമേജ് കാണും. ആ ഇമേജുകളെല്ലാം കൂടി ഒന്നിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ വിശകലനം ചെയ്യുന്നത്. കൂടിപ്പോയ ഒരു 30 മിനിറ്റ് കൂടുതൽ വീഡിയോയ്ക്ക് ദൈർഘ്യമൊന്നും കാണുകയില്ല. അപ്പം നിങ്ങൾ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഈ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് ഇമേജിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ആ ഇമേജ്. ഇവിടെ ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത് നോർമൽ ഒരു ഹാൻഡാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒന്നുകൂടി തന്നെ നിങ്ങളുടെ ഓർമ്മ പുതുക്കാനായിട്ട് ഇവിടെ പറയുകയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ആയുർരേഖ, ഈ കാണുന്നതാണ് നമ്മുടെ ബാഹ്യരേഖ, ഈ കാണുന്നതാണ് നമ്മുടെ ബുദ്ധിരേഖ, ഈ കാണുന്നതാണ് നമ്മുടെ ഹൃദയരേഖ. ബുദ്ധിരേഖ എന്ന് പറയുന്നത് ശിരോരേഖ എന്ന് പറയും, ഹൃദയരേഖ എന്ന് പറയുന്നത് ആരോഗ്യരേഖ എന്ന് പറയും. ഇത് ബാഹ്യരേഖ താഴെ നിന്ന് വരുന്നത്. ഇവിടെ ഈ ഞാൻ കാണിച്ചത് ഇങ്ങോട്ടുള്ള ഈ ലൈനുകൾ, അതായത് നമ്മുടെ കൈകൾ ഇങ്ങനെ കാണിക്കുമ്പോൾ ഈ സാധാരണ ഇങ്ങനെ കാണിക്കുമ്പോഴുള്ള ഈ വശം, ഈ ചെറുവിരൽ കൊണ്ട് വെക്കുന്ന വശം. അപ്പോൾ ആ വശത്ത് കാണുന്ന ഇത്തരമുള്ള നേരെയുള്ള ലൈനുകൾ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വിദേശ ബാഹ്യമുണ്ടെന്നുള്ളതാണ് അതിനർത്ഥം. സാധാരണ ജോലികൾ, ഇപ്പോൾ ഡ്രൈവറായിട്ട് വിദേശത്ത് പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും നിർമ്മാണങ്ങൾ, അല്ലെങ്കിൽ ഫാക്ടറി തൊഴിലാളികളായിട്ട് പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റൂം ബോയ്, ഹോട്ടൽ വർക്കുകൾ, അല്ലെങ്കിൽ കുക്കായിട്ട് പോവുക, അങ്ങനെ ഹോട്ടൽ മാനേജ്മെൻറ്റ് പോവുക, അങ്ങനെയുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്ടർ, അല്ലെങ്കിൽ അങ്ങനെ പോയിട്ട് ഒരൊറ്റ ജോലിയിൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ഏകദേശ കാലാവധി കഴിയുമ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ആളുകൾ, സാധാരണ പോകുന്ന സാധാരണ വിദേശ മലയാളി എന്നുള്ള ഒരു ജീവിതത്തിലുള്ള ആളുകൾക്കുള്ളവർക്കാണ് ഈ ഒരു രേഖ നമുക്ക് കാണുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് മറ്റൊരു ചിത്രം കൂടി പരിശോധിക്കാം. അതിലെ രേഖകൾ എങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കാം. വ്യത്യസ്തമായ രേഖകളുണ്ട്, വിദേശ രേഖകൾ. അവയെല്ലാം കൂടി ഈ വീഡിയോയിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത ഇമേജിലേക്ക് നമുക്ക് പോകാം. അടുത്ത രേഖകൾ ഞാൻ പറയുന്നില്ല. ആരുരേഖയും ബുദ്ധിരേഖയും ശിരോരേഖയും ഭാഗ്യരേഖയും നിങ്ങൾ എന്താണെന്ന് കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത മോഡൽ കൈയാണ് നമ്മൾ അവിടെ പരിശോധിക്കാനായിട്ട് പോകുന്നത്. ഈ ഭാഗ്യരേഖ ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് ഇവിടെ ഈ മോതിരവിരലിന് താഴെയായിട്ട് നിൽക്കും. കണ്ടോ, ഭാഗ്യരേഖ നേരെ താഴെ. അതിനനുസരിച്ച് കണ്ടോ, ഇവിടെ ഒരു വലയം വന്നിട്ട്, ഒരു വിദേശരേഖ വന്നിട്ട് ഇങ്ങനെ പോയി ഭാഗ്യരേഖയിൽ ഇടിച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കും. അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ വളരെയധികം ഉയർന്ന ബിസിനസ് ലെവലിൽ എത്തുന്ന ആളുകളും, വിദേശത്തേക്ക് ബിസിനസ് ട്രിപ്പുകൾ പോകുന്ന ആളുകളും, വിദേശത്ത് ബിസിനസ് നടത്തുന്ന ആളുകളുമാണെന്നുള്ള തെളിവാണ് ഈ കാണുന്ന വിദേശരേഖ. അടിക്കടി അവർ ബിസിനസ് ട്രിപ്പുകൾ നടത്തും. ചിലപ്പോൾ അവിടെ വലിയ ഫാക്ടറികളോ കെട്ടിടങ്ങളോ ഒക്കെ കാണാം, അല്ലെങ്കിൽ ഭവനങ്ങൾ കാണും. വലിയ ബിസിനസ് ആയിരിക്കും അവർ ചെയ്യുന്നത്. അതാണ് ഹൈ ആയ ബിസിനസ്സിൻ്റെ രേഖയാണ് ഈ കാണുന്നത്. വലിയ കോടീശ്വരന്മാരുടെ കയ്യിലുള്ള വിദേശ രേഖയാണ് ഈ കാണുന്നത്. ഇത്തരം ഒരു രേഖ നിങ്ങളുടെ കൈകളിലുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ വിദേശത്ത് പോകുന്ന, അല്ലെങ്കിൽ വിദേശത്തുള്ളൊരു കോടീശ്വരനാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ വിദേശ ട്രിപ്പുകൾ അനവധി ചെയ്ത് അവിടെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും അയാളുടെ കൈകളിൽ ഇത്തരം ഒരു രേഖ കാണും. ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു ഇമേജ് പരിശോധിക്കാം. അടുത്തതായിട്ട് നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ബുദ്ധിമുട്ട്, കേൾക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, ചെയ്യുന്നവർക്കല്ല. കേൾക്കുന്നവർക്ക് പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് വിദേശത്തുള്ള വനിതയെ വിവാഹം കഴിച്ചു, വിദേശത്തുള്ള പുരുഷനെ വിവാഹം കഴിച്ചു. അതായത്
സ്വന്തം ആളുകളല്ല, വിദേശ മലയാളിയല്ല, അല്ലെങ്കിൽ വിദേശത്ത് ജനിച്ചു വളർന്ന മലയാളിയെ അല്ല വിവാഹം കഴിച്ചത്, വിദേശത്തുള്ള ഒരു മദാമയാണ് വിവാഹം കഴിച്ചത്. അല്ലെങ്കിൽ ഒരു സ്ത്രീ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വിദേശത്തുള്ള സായിപ്പിനെയാണ് വിവാഹം കഴിച്ചതെന്ന് നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ബുദ്ധിമുട്ട്, എന്തോ ഒരു ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ ഭർത്താവ് വിദേശത്ത് ജനിച്ചു വളർന്നതാണ്, മലയാളിയാണ്, മലയാളി കുടുംബമാണ് എന്ന് പറഞ്ഞാൽ അത്ര പ്രശ്നമില്ല. അല്ലെങ്കിൽ ഹിന്ദിക്കാരനാണ്, അയാൾക്ക് ഹിന്ദി അറിയൂ, അയാൾ വിവാഹം കഴിച്ചെന്ന് പറയാനും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഭർത്താവിന് ഇംഗ്ലീഷ് മാത്രമേ അറിയത്തുള്ളൂ, അവിടെ ജനിച്ചു വളർന്നതാണ്, മലയാളം ഒന്നും അറിയത്തില്ല, അയാൾ ഏത് ഭാഷക്കാരനാണെങ്കിലും പ്രശ്നമില്ല. പക്ഷേ അവിടെയുള്ള നേറ്റീവ് ഇംഗ്ലീഷുകാരൻ അല്ലെങ്കിൽ ആ രാജ്യത്തുള്ള വ്യക്തി, ആ വ്യക്തി സ്ത്രീകളാണെങ്കിൽ പുരുഷനാണെങ്കിൽ സ്ത്രീകളെയും വിവാഹം കഴിക്കുന്ന ആ ഒരു രേഖയാണ് ഈ കാണുന്ന രേഖ. അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ വിവാഹരേഖ, മാരേജ് ലൈൻ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ മാരേജ് ലൈനിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പാമശ്രീയുടെ മാരേജ് ലൈനിൻ്റെ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണേണ്ടതാണ്. അതിന് ഇവിടെ ഒരു മാരേജ് ലൈനുണ്ട്. ഇവിടെ ഈ മാരേജ് ലൈനിനെ ഖണ്ഡിച്ചുകൊണ്ട് കണ്ട് താഴേക്ക് ഇങ്ങനെ ഒരു വരയും, അതിനുശേഷം ഇവിടെ നമ്മുടെ ശിരോരേഖ, അതായത് ബുദ്ധിരേഖയെ വന്നത് ടച്ചാവുകയും, ഒപ്പം ഈ കാണുന്ന നമ്മുടെ ഹൃദയരേഖ ഇവിടുന്ന് പോയിട്ട് നേരെ മാരേജ് ലൈനുമായിട്ട് കൂട്ടിമുട്ടി ഒരു മാരേജ് ലൈനോടുകൂടി ഇവ മുട്ടി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും ഇവിടെ നിന്നുള്ള രേഖകൾ ഇങ്ങോട്ടും കൂടി കാണും. കാരണം അങ്ങനെയാണ്, ആ ഒരു ഏരിയയിലേക്കാണ് ഇത് പോകുന്നത്. മാരേജ് ലൈൻ അവിടെ കണ്ടില്ലേലും ഇവിടെയുള്ള മാരേജ് ലൈനും ഈ മാരേജിലും ഒരു ജനൽ മാതിരി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും ഒരു പുരുഷൻ വിദേശത്തേക്ക് പോവുകയാണെങ്കിൽ ആ വ്യക്തി അവിടെയുള്ള വിദേശത്ത് ജനിച്ചു വളർന്ന വിദേശ വനിതയെ വിവാഹം കഴിക്കും, അതായത് മദാമ്മയെ വിവാഹം കഴിക്കും. അല്ലെങ്കിൽ സ്ത്രീയാണ് പോകുന്നതെങ്കിൽ വിദേശത്ത് ജനിച്ചു വളർന്ന സായിപ്പിനെയാണ് വിവാഹം കഴിക്കുക എന്നുള്ളതിൻ്റെ സിമ്പലാണ് ഈ രേഖ. അവരുടെ കൈകളിൽ തീർച്ചയായും കാണും. അപ്പം മദാമ്മയും സായിപ്പിനെയും വിവാഹം കഴിക്കാൻ യോഗമുള്ളവർ ഇനി നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. വിദേശത്തുനിന്ന് വനിത ചെറുക്കനെ അന്വേഷിച്ച് കേരളത്തിൽ വന്ന ശേഷം വിവാഹം കഴിക്കുക. ആ പറയുന്ന ചെറുക്കൻ്റെ കയ്യിൽ ഈ കാണുന്ന രേഖ കാണും. നമ്മുടെ നാടുകളിൽ നിത്യം അരങ്ങേറുന്നൊരു സംഭവമാണത്. പലർക്കും വൻ സർപ്രൈസാണ്. പെട്ടെന്ന് അവിടെ ആ പയ്യന് വിവാഹം കഴിഞ്ഞു, അന്വേഷിച്ചെത്തിയ കൂട്ടുകാരിയെ മദാമ്മ വിദേശത്ത് വന്ന് അവരെ ചാറ്റിലൂടെ ഫ്രണ്ടായി നാട്ടിൽ വന്ന് വിവാഹം കഴിച്ചെന്നൊക്കെ പറയുന്ന ആളുകളെ മുക്കാൽ പങ്കും ആളുകളുടെ കയ്യിലും മാരേജ് ലൈനിനോടൊപ്പം ഇതുപോലൊരു സംഭവം കാണാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് വിദേശത്ത് പോയിട്ട് വിവാഹം കഴിച്ച് മദാമ്മയെ വിവാഹം കഴിക്കുകയോ സായിപ്പിനെ വിവാഹം കഴിക്കുന്നവരുടെ കയ്യിലും ഇതേ രേഖയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു ഹസ്തരേഖ നമുക്ക് പരിശോധിക്കാം. അടുത്തൊരു ഇമേജ് നമുക്ക് പരിശോധിക്കാം. വിദേശ രേഖകൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ഹൈ ബിസിനസ്സുകാരല്ല, നോർമലായ ബിസിനസ്സുകാർ വിദേശത്തേക്ക് പോകുന്നു. നോർമലായ ഒരു ലൈഫ് കഴിഞ്ഞ് അവരെ നോർമലായിട്ട് ഒന്നുകിൽ അവിടെ സെറ്റിൽഡ് ആവും, അല്ലെങ്കിൽ ഇവിടെ തിരിച്ചു വരും. ഇവിടെ ഇത് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആയുർരേഖയെ ഖണ്ഡിച്ചുകൊണ്ട് തന്നെ, ബാഹ്യരേഖയെ മുറിച്ചുകൊണ്ട് തന്നെ വിദേശരേഖ ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ ഞാൻ 2 ബാഹ്യരേഖ വരച്ചപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നതാണ്. നിങ്ങൾ ഈ ബാഹ്യരേഖ കണക്ക് കൂട്ടണ്ട, ഈ ബാഹ്യരേഖ കണക്ക് കൂട്ടാൽ മതി. അതായത് നമ്മുടെ നടുവിരലിന് താഴേക്ക് വരുന്ന ബാഹ്യരേഖ, ഇങ്ങനെ ഒരു ബാഹ്യരേഖയും വന്ന് ആ ബാഹ്യരേഖയും ആയുർരേഖയും ഖണ്ഡിച്ചുകൊണ്ട് തന്നെ ഒരു വിദേശ രേഖ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നോർമലായ ബിസിനസ് ട്രിപ്പുകാർ, നോർമലായ ബിസിനസ്സിൻ്റെ ഇത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും, പുരുഷന്മാർക്ക് വലത് കൈ, സ്ത്രീകൾക്ക് ഇടത് കൈ, അത് ഓർത്ത് വെക്കുക. അപ്പോൾ അങ്ങനെയുള്ള നോർമൽ ആളുകൾക്ക്, നോർമൽ ബിസിനസ് ചെയ്യുന്നവർക്ക്, നോർമൽ ജോലിയല്ല, നോർമൽ ബിസിനസ് ആവശ്യങ്ങൾക്കായി വിദേശത്ത് പോയി നോർമൽ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ കൈകളിൽ കാണുന്ന രേഖയാണ് ഈ കാണുന്ന രേഖ. ഇപ്പോൾ മനസ്സിലായി. നമുക്ക് അടുത്തൊരു ഇമേജിലേക്ക് പോകാം. അടുത്ത മോഡൽ ഹാൻഡിൽ ഇതുപോലെ ഇങ്ങനെ വന്നിട്ട്, അതായത് ബാഹ്യരേഖ നേരെ ഇവിടെ നടുവിരലിൻ്റെ താഴെ നിന്ന് കാണും, ഇവിടെ വരെ തുടങ്ങും, ഇവിടുന്ന് തുടങ്ങും. ഇനി ആയുർരേഖയിൽ നിന്ന് ഒരു രേഖ ഇങ്ങനെ ഹണ്ണിച്ചു പോയി ഇവിടുന്ന് വിദേശ ലൈനിനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. കണ്ടോ? ഇതേ രീതിയിലാണെങ്കിൽ ബിസിനസ്സുകാരാണ്, ഫാമിലിയോടൊപ്പം അവർ വിദേശത്ത് വീട് വാങ്ങിച്ച് സെറ്റിൽഡ് ആകുന്ന ആളുകളാണ്. അതാണ് ഈ കാണുന്ന ഹസ്തരേഖ ലക്ഷണം. വിദേശത്തേക്ക് വീട് വാങ്ങിച്ച് സെറ്റിൽഡ് ആകുന്ന ആളുകൾ, അത്തരം ആളുകളെയാണ് ഈ കാണുന്ന ഒരു ഗണത്തിൽപ്പെടുത്തുന്നത്. വിദേശത്ത് വീട് വാങ്ങിച്ച് സെറ്റിൽഡ് ആകുന്ന ആളുകൾ നമ്മൾക്ക് അറിയാം, പലരും നമ്മളങ്ങനെ അറിയാവുന്നവരുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അവരുടെയൊക്കെ കൈകളിൽ ഇത്തരം ഒരു രേഖ കാണും. ഒന്നുകിൽ കുടുംബനാഥൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ കുടുംബനാഥയുടെ കയ്യിൽ, അല്ലെങ്കിൽ ആരാണ് വിദേശം പോയ ആ വ്യക്തിയുടെ കയ്യിൽ കാണും. അവർ വിദേശത്തായിരിക്കും, ചിലപ്പോൾ നാട്ടിലേക്ക് ജീവിതത്തിൽ തിരിച്ചു വരത്തില്ല, അവർ ഫാമിലിയുമായിട്ട് അവിടെ തന്നെയായിരിക്കും. അതായത് ജനിച്ച നാടിന് വെളിയിലേക്ക് പോകും. അതാണ് അതിന് അർത്ഥം. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഇമേജ് പരിശോധിക്കാം. അടുത്തായിട്ട് ഭയങ്കരമായിട്ട് ബാഹ്യം ഉള്ള ആളുകൾ, ഭയങ്കരമായിട്ട് വിദേശത്തേക്ക് പോയിട്ട് നോർമൽ ജോലിക്ക് പോകും.
സാധാരണ എന്തെങ്കിലും ഇപ്പോൾ ഒരു ഡ്രൈവറായിട്ടൊരു പോസ്റ്റ് കിട്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ ജോലി കിട്ടി, അല്ലെങ്കിൽ വെൽഡറായിട്ട് പോയി, അതിന് ശേഷം അവിടുന്ന് ബിസിനസ്സുകാരനായി, അവിടെ മാറി, അവിടുന്ന് രക്ഷപ്പെട്ട് പോയ ജോലിയല്ലേ പിന്നെ ചെയ്യുക. ഭയങ്കര ബിസിനസ്സായിട്ട് മാനേജർ പോസ്റ്റിലൊക്കെ കയറി, നമ്മൾ പറയില്ലേ ഷെയ്ക്ക് എന്നെ തോളെ കൈയിട്ട് ജോലി തന്ന് ഷെയ്ക്കിൻ്റെ അതിഥിയായി എന്നൊക്കെ നമ്മൾ പറയുന്ന കൂട്ട് കഥ പോലെ ആ വ്യക്തി വൻ കോടീശ്വരനായി തീരുന്ന രേഖയാണ്. ഇതുപോലെ 3 വിദേശ രേഖ വന്നിട്ട് ബാഹ്യരേഖയെ ഖണ്ഡിച്ചുകൊണ്ട് തന്നെ അയർരേഖ പോയി മുട്ടി നിന്ന് കഴിഞ്ഞാൽ ഈ വ്യക്തി സാധാരണ ഒരു ജോലിക്ക് വിദേശത്തേക്ക് പോകും. തിരിച്ചു വരുമ്പോൾ ആ വ്യക്തി അവിടെ ബിസിനസ്സിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയായിട്ട് മാറും. അത്തരം ഭാഗ്യങ്ങളുള്ള ആളുകളാണ് ഈ കാണുന്ന ലൈനുള്ള ആളുകൾ. ഇത്തരം രേഖകൾ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടെ ഭാവി അങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത ഇമേജിലേക്ക് നമുക്ക് പോകാം. അടുത്ത ഇമേജോടുകൂടി നമ്മുടെ ഹസ്തരേഖയുടെ ഈ ഒരു ഇമേജ് കാണിക്കുന്ന ഷോ തീരുകയാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഫലങ്ങൾ സംസാരിക്കാനുണ്ട്, അതിലേക്ക് കൂടി നമ്മൾ പോകും. അപ്പോൾ അടുത്ത ഇമേജിലേക്ക് നമുക്ക് പോകാം. അടുത്തതായിട്ട് പറയുന്ന ആളുകളും ഇതേ കാറ്റഗറിയിലുള്ളവരാണ്. അതായത് സാധാ ജോലിക്ക് അവർ പോകും. സാധാ ജോലി ഇവർക്ക് ഇച്ചിരി കൂടി സാധാ ജോലിയായിരിക്കും. മുമ്പ് പറഞ്ഞവർ ഇച്ചിരി കൂടി മെച്ചപ്പെട്ട ഒരു സാധാ ജോലിക്കാണെങ്കിൽ തീർത്തൊരു സാധാ ജോലി. അത് ഒരുപാട് ജോലിക്കാർക്കിടയിൽ വളരെ ഒരു ഞെരുങ്ങിയ ജീവിതത്തിന് വേണ്ടി പോകുന്നവർക്ക് താൽക്കാലത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഒരുപാട് ജോലിക്കാർ ഒന്നിച്ച് തൊഴിലാളികളെല്ലാം കൂടി ഒന്നിച്ചിറങ്ങുന്ന ടൈപ്പ് ജോലികളുണ്ടല്ലോ, അങ്ങനെയുള്ള ജോലികൾക്ക് വളരെ താഴ്ന്ന രീതിയിൽ പോയിട്ട് അവിടുന്ന് ഒരൊറ്റ കുതിപ്പിൻ്റെ ബിസിനസ് ലൈനിൽ കയറി അവിടുന്ന് രക്ഷപ്പെട്ട് പരിചയക്കാർ മുഖേന ഭയങ്കരം കോടീശ്വരന്മാരെ തീരുന്ന ആളുകളുടെ രേഖയാണ് ഈ കാണുന്നത്. അതായത് ബാഹ്യരേഖ ഇവിടെ തീർച്ചയായും ഇവിടെ നടുവിരലിന് താഴെ നിന്നാണ് അത് വരേണ്ടത്. അപ്പം ലൈൻ വരച്ചതിൻ്റെയാണ്. ഇതിൻ്റെ ഇടമധ്യത്തിൽ നിൽക്കും. തീർച്ചയായും നടുവിരലിന് താഴെ മാത്രമല്ല, ഇതിൻ്റെ ഒരു ഇടമധ്യത്തിൽ നിൽക്കും. ഇവിടെ വിദേശരേഖ ഇത്. അതിനോടൊപ്പം ഒരു വെളുത്ത ശംഖു പോലൊരു ചിഹ്നവും കൂടി കൈ കണ്ടാൽ തീർച്ചയായും അവർ ഏറ്റവും ഹീറോ ആയ ജോലിയിൽ നിന്ന് അവർ പോയിട്ട് ഹീറോ ആയി തിരിച്ചു വരുന്ന ആളുകളാണ് ഈ ആളുകൾ. ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പം രേഖകളുടെ ഇമേജ് കാണിച്ചുള്ള സിമ്പിളുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു, ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കിനി വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഇനി നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ ഇമേജ് ഇപ്പോൾ ഇമേജുകൾ നമ്മൾ കണ്ടു. ഹസ്തരേഖയിൽ എങ്ങനെയാണ് വിദേശ ഭാഗ്യം ഒരാൾക്കുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ ഞാൻ മറച്ചു വെച്ചിരിക്കുന്ന കാര്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദോഷം വരുത്തുന്ന വിദേശരേഖ. ഇത്രയും കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്ന ഗുഡ് സൈനുകളാണ്. ഞാൻ പറഞ്ഞിരുന്നു ഗുഡ് സൈനുകൾ മാത്രമേ ഞാൻ ചാനലിൽ കൂടി പറയുന്നുള്ളൂ. മറ്റ് വിദേശത്തേക്ക് പോയി കഴിയുമ്പോൾ വിദേശത്ത് വെച്ചുള്ള അപകട കാരണങ്ങൾ, മറ്റ് പ്രശ്നങ്ങൾ, സാമ്പത്തിക നഷ്ടം, അതുപോലെ തന്നെ വഞ്ചന, മറ്റ് കാര്യങ്ങൾ, അല്ലെങ്കിൽ മരണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, രോഗബാധം ഉണ്ടാകുക, കഷ്ടകാലം ഉണ്ടാകുക തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഞാൻ ഇവിടെ സംസാരിക്കുന്നില്ല. കാരണം അത്തരം കാര്യങ്ങളെപ്പറ്റി അറിഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് നമുക്ക് കൂടുതൽ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്രയും കാണിച്ച രേഖകൾ കൈകളിലുള്ളവർ തീർച്ചയായും മനസ്സിലാക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഭാവിയാണ് അവിടെ കാത്തിരിക്കുന്നത്. ഞാൻ ഗുഡ് ഫൈനുകളെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. എല്ലാ ആളുകളുടെ കയ്യിലും ഗുഡ് ഫൈനും ബാഡ് ഫൈനും ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതനുസരിച്ചുള്ള മാറ്റം അവർക്കുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ നമുക്ക് അതുപോലെ തന്നെ അസ്ട്രോളജിയുടെ ഒരു കാര്യം ഞാൻ സംസാരിക്കുകയാണ്. ഒരു യോഗത്തെ പറ്റിയാണ്. നമ്മുടെ അസ്ട്രോളജിയിൽ ഒരുപാട് യോഗങ്ങളുണ്ട്. അതായത് ഭയങ്കരമായ രാജയോഗങ്ങൾ പോലെ പല യോഗങ്ങളുണ്ട്. അപ്പം നമ്മുടെ 27 നക്ഷത്രക്കാർക്കും അവരുടെ ഗ്രഹനില എടുത്ത് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ യോഗം മനസ്സിലാക്കാൻ പറ്റൂ. അതൊരു ആചാര്യനെ നോക്കിയാൽ മാത്രമേ അത് മനസ്സിലാകൂ, അല്ലെങ്കിൽ ഒരു ജ്യോതിഷനെ നോക്കിയാൽ മാത്രമേ ഗ്രഹനില മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഗ്രഹനിലയുള്ള പല യോഗങ്ങളുണ്ടാകും. ജന്മന 27 നക്ഷത്രക്കാരാണെങ്കിലും അവർക്ക് യോഗങ്ങളുടെ വ്യത്യാസം കൊണ്ടാണ് ഒരാൾ പണക്കാരനാണോ പാവപ്പെട്ടവരാണോ എന്ന് ചിന്തിക്കുക. പണക്കാരൻ്റെ ചിലപ്പോൾ നക്ഷത്രം ഒന്നായിരിക്കാം, പാവപ്പെട്ടവൻ്റെ നക്ഷത്രം ഒന്നായിരിക്കാം. അയാളുടെ സൗഭാഗ്യം എന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ല എന്നും അയാളുടെ നക്ഷത്രം തന്നെയാണോ എനിക്കെന്ന് പറഞ്ഞാൽ സ്വഭാവങ്ങൾ ഏറെക്കുറെ ഒന്നായിരിക്കുമെന്നല്ലാതെ യോഗങ്ങളോ സാമ്പത്തികമായ ലെവലോ ലഭിക്കാറില്ല. അല്ലെങ്കിൽ ആ ജോലി ചെയ്യാനും ചിലപ്പോൾ ഒത്തൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, യോഗങ്ങളും പ്രവൃത്തികളും മറ്റ് യോഗങ്ങളും കാര്യങ്ങളും ബാഹ്യങ്ങളും കൊണ്ടാണ് ഓരോരുത്തരുടെ ജീവിതം വ്യത്യസ്തമാകുന്നത്. അപ്പം ഞാനിവിടെ ഇന്ന് പറയാൻ പോകുന്ന യോഗത്തിൻ്റെ പേര് രുചക മഹായോഗം എന്നാണ്. രുചക മഹായോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയമവകുപ്പുമായി ബന്ധമുള്ള ജോലികൾ ലഭിക്കുന്ന ആളായി തീരുമെന്നുള്ളതിൻ്റെ യോഗമാണ് കാണുന്നത്. പോലീസ്, പട്ടാളം പോലെ നിയമ കാര്യങ്ങൾ, ധീരത, സാഹസം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ വളരെയധികം കരുത്തുറ്റ ശരീരത്തിന് ഉടമയാവുന്ന ആളുകളും ആരോഗ്യം, ശരീരപുഷ്ടി, അതുപോലെ നായകത്വം, മേധാവിത്വം, അതായത് ലീഡർ, അതായത് ഒരു വലിയ സൈന്യത്തെ വരെ മേയിച്ചുകൊണ്ട് പോകുന്ന രീതിയിലുള്ള ലീഡർ, നായകത്വം ലഭിക്കുന്ന ആളുകളായി തീരാനുള്ള യോഗമാണ് അത് ജ്യോതിഷത്തിലെ രുചക മഹായോഗം എന്ന് പറയുന്നത്. ഈ ഒരു യോഗത്തെക്കുറിച്ച് കുറച്ചുകൂടി ഞാനിവിടെ സംസാരിക്കുകയാണ് നിങ്ങളെ. അങ്ങനെയും കൂടി ഒരു യോഗങ്ങളുണ്ട്, ഒരുപാട് യോഗങ്ങളുണ്ട്.
അമല യോഗം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് യോഗമുണ്ട്. ഹംസയോഗം എന്ന് പറയുന്ന യോഗമുണ്ട്, ഗജകേസരി യോഗം എന്ന് പറയുന്ന യോഗമുണ്ട്. അങ്ങനെ പല പല യോഗങ്ങളുണ്ട്. ഒരുപാട് എണ്ണിയാൽ ഒടുങ്ങാത്ത രീതിയിൽ യോഗങ്ങളുണ്ട്. 60 യോഗങ്ങൾക്ക് മേളിലെങ്ങാണ്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കൂടുതലുണ്ടെന്ന് എനിക്കറിയത്തില്ല. എല്ലാവരുടെയും ഗ്രഹനിലയിൽ പല പല യോഗങ്ങളുണ്ട്. വജ്രമഹായോഗം എന്നുണ്ട്, സാധ്യ നിത്യയോഗം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ വജ്രയോഗമാണെങ്കിൽ ഒരാൾക്ക് വരുന്നതിൽ ജന്മനാ ഉള്ള യോഗം, ജന്മയോഗങ്ങളാണ് അത്. വജ്രത്തിൻ്റെ ആണെങ്കിൽ ആ വ്യക്തി വിദേശത്ത് ഭയങ്കരമായി പോവുകയും വിദേശത്ത് മാത്രമായി സെറ്റിൽഡായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന വലിയ എപ്പോഴും പണത്തിൻ്റെ വരവ് ആ വ്യക്തിക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ടാകും. പണത്തിൻ്റെ കാര്യത്തിൽ മുട്ടും ഒന്നും ഉണ്ടാവില്ല, ഭക്ഷണത്തിൻ്റെ കാര്യം മുട്ടുണ്ടാവില്ല. അത്തരം യോഗങ്ങളാണ് വജ്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാധ്യ എന്ന് പറയുന്നൊരു യോഗമുണ്ട്. ഇത് പലർക്കും കാണുകയില്ല, ചില ആളുകൾക്ക് മാത്രമേ ഉള്ളൂ സാധ്യ എന്ന് പറയുന്നത്. സാധ്യ നിത്യയോഗം വന്നു കഴിഞ്ഞാൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും കുറ്റപ്പെടുത്തലുകളും കുറവുകളും കേൾക്കേണ്ടതായ ഒരു വഴി വരുന്ന ഒരു അവസ്ഥയാണ്. അത് വളരെ നെഗറ്റീവായ യോഗമാണത്. പക്ഷേ ആ വ്യക്തികൾ ചെയ്യുന്ന ഏറ്റവും ക്ലിയറായ കാര്യങ്ങളായിരിക്കും, ഏറ്റവും കറക്റ്റായ കാര്യമായിരിക്കാം, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും. പക്ഷേ എങ്കിലും ആ വ്യക്തി ചിലപ്പോൾ തിരിച്ചു കേൾക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ കുറ്റപ്പെടുത്തലോ ചില കാര്യങ്ങളോ ആയിരിക്കാം. അങ്ങനെ നെഗറ്റീവിനെ ആകർഷിക്കുന്ന യോഗങ്ങളുമുണ്ട്, നല്ല നല്ല യോഗങ്ങളുമുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് രുചകമഹായോഗത്തെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലായി. മേധാവിത്വം ലഭിക്കുന്ന, നായകത്വം ലഭിക്കുന്ന കാര്യങ്ങളാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. വളരെയധികം രസകരമായ ഒരു കാര്യമാണ്. നമ്മൾക്ക് എല്ലാവർക്കും നമ്മൾ ഗൗഡശാസ്ത്രമെന്ന് കേട്ടിട്ടുണ്ട്. പല്ലി ചിലയ്ക്കുന്ന ശബ്ദം കേട്ടിട്ട് പല്ലി സത്യം ചൊല്ലി എന്ന് പറയുന്ന ആ പരിപാടി. നമ്മളെന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ പല്ലി സത്യം ചൊല്ലി, ഇല്ല നമ്മൾ മനസ്സിൽ എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ പല്ലി ചിലയ്ക്കുന്നു. അപ്പം നമ്മൾ പറയും, ഞാനിപ്പോൾ ചിന്തിച്ചത് നടക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ സത്യമാണ്, പല്ലി ചിലച്ചു. ഇത്രയും മാത്രം നമുക്കറിയാം, പല്ലി ചിലച്ചു സത്യം. ഇതാണ് നമുക്ക് പറയുന്നത്. അപ്പം ഇതിനെപ്പറ്റി നമുക്ക് കുറച്ച് പാരഡികളും കൂടിയുണ്ട്. സത്യം പറയുന്ന പല്ലി കതകിന് ഇടയിൽപ്പെട്ട് മരണമെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. കാരണം ജനലിനിടയ്ക്ക് വെച്ച് പല്ലി മരിക്കും, അല്ലെങ്കിൽ കതകിന് ഇടയിൽപ്പെട്ട് പല്ലി മരിക്കും. പല്ലി സത്യം പറഞ്ഞ ശേഷം പല്ലി നമ്മൾ അരച്ചു കൊന്നു എന്നുള്ളത്. അതുപോലെ പല്ലിയുടെ ഗമ പറയാനായിട്ട് പറയുന്നൊരു കുട്ടിക്കഥയുണ്ട്. പല്ലിയുടെ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം താങ്ങി മച്ചിലിങ്ങനെ പല്ലി ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ പല്ലിയുടെ ധാരണ ഇത് പല്ലിയാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്, ഇത് പല്ലി കൈവിട്ട് കഴിഞ്ഞാൽ മച്ച് താഴോട്ട് ഇടിഞ്ഞ് താഴെ വീഴും, അവിടെ ഇത്രയും ഭാരം ഞാനാണ് പിടിച്ചു വെച്ചിരിക്കുന്നത് പറഞ്ഞുകൊണ്ടുള്ള കഥകളൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന വാക്കായിരിക്കും സത്യം പറയുന്ന പല്ലി കഥകനിടയിൽപ്പെട്ട് മരണം എന്നുള്ള പഴഞ്ചൊല്ല്. അതും നമ്മൾ കാണാറുണ്ട്, നിത്യസംഭവമാണ്. പല ദിവസവും പലരുടെയും കൈകൊണ്ട് പല്ലികൾ മരിക്കും. അപ്പോൾ ഇവിടെ ഗൗഡശാസ്ത്രമാണ് ഇതിനെ പറയുന്നത്. അപ്പം പല്ലി ചിലച്ചു സത്യം, അവിടെ നിന്നു. ഈ പല്ലികളെ പറ്റി ഏറ്റവും കൂടുതൽ പേടിക്കുന്ന, പല്ലി നിലത്ത് വീണ് കഴിഞ്ഞാൽ ഒരുമാതിരി പാമ്പിനെ കാണുന്ന രീതി ഭയക്കുന്ന നാട്ടുകാരാണ് ചൈനക്കാർ. നമ്മുടെ നാട്ടിൽ അത്ര വലിയ പ്രശ്നമില്ല. പല്ലി വീണോ ചള്ളാണല്ലോ അല്ലെ, അപശകനമാണോ എന്നല്ലോ പറഞ്ഞിട്ട് അവർ നമ്മുടെ വാട്ടിന് പോകുമെങ്കിലും പല്ലി നിലത്ത് വീഴുകയോ ചത്ത് കിടക്കുന്ന പല്ലിയെ കാണുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തോ ഭീകരമായ കാര്യം സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് പേടിച്ച് നിലവിളിക്കുന്ന ആളുകളാണ് ചൈനയിലുള്ള ആൾക്കാർ. ചൈനയിലുള്ള ആളുകൾക്ക് ഇപ്പോഴത്തെ അല്ല കേട്ടോ, കുറച്ചുകൂടി മുമ്പുള്ള, അപ്പം ഇപ്പോഴും ഉണ്ട് അവിടെ. ഇപ്പം ചൈനയിൽ അങ്ങനെ ഒരു വിശ്വാസം ഭയങ്കരമാണ്. ഗൗളിയെ വെച്ച് അല്ലെങ്കിൽ പല്ലിയെ വെച്ചുള്ള ശാസ്ത്രം ഏറ്റവും കൂടുതൽ ഏതൊരു കാര്യത്തിലും ഏറ്റവും കൂടുതൽ ഭയത്തോടു കൂടി വിശ്വസിക്കുന്ന ആളുകളായിരുന്നു ചൈനക്കാർ. ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് അവർക്ക്, രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് മാറ്റമുള്ളതുകൊണ്ട് അവർ കൂടുതലായിട്ട് അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കാറില്ല. പക്ഷേ ഒരു ശാസ്ത്രം എന്ന രീതിയിൽ അന്ധവിശ്വാസമായിട്ട് ഇതിനെ കണക്കാക്കണ്ട. കാരണം നമ്മുടെ ജീവിതത്തിലും സത്യമായ ചില അനുഭവങ്ങൾ എല്ലാവരുടെ ഓർമ്മയിൽ കാണും, ചകഞ്ഞെടുക്കുമ്പോൾ എല്ലാവരുടെ ഓർമ്മയിൽ കാണും. അപ്പോൾ ഇവിടെ പറഞ്ഞു വരാൻ പോകുന്നത് പല്ലി ചിലച്ചുകൊണ്ട് മാത്രം അവിടെ സത്യമാകുന്നില്ല. പല്ലി എവിടെ ഇരുന്ന് ചിലയ്ക്കുന്നു, ഏത് ദിക്കിലിരുന്ന് ചിലയ്ക്കുന്നു, എങ്ങനെ ചിലയ്ക്കുന്നു, ഇനി പല്ലി നമ്മുടെ ദേഹത്തേക്ക് വീണാൽ എന്താണ് നമ്മുടെ അനുഭവം. ഇവിടെ ഞാൻ അല്പം നെഗറ്റീവ് സംസാരിക്കുന്നുണ്ട്, ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ എന്താണ് ഗുണം? ഇപ്പോൾ കൈരേഖയിലുള്ള കാര്യങ്ങളോ ഭാവിയെപ്പറ്റി കാര്യങ്ങളോ പേടിച്ച് നമ്മൾ വല്ലാതാവേണ്ട അവസ്ഥ നമുക്ക് വേണ്ടാന്ന് കരുതിയിട്ടാണ് അത് ഞാൻ പറയാത്തത്. പക്ഷേ പല്ലി വീഴുന്നത് നമുക്ക് അപ്രതീക്ഷിതമായിട്ടാണ്. അതിൻ്റെ ഒരു ഫലം നമ്മൾ അത്ര ഭയാനകമായ ഫലമൊന്നുമല്ല, നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക, ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ പറയുകയാണ്. പല്ലി വീഴുന്നത്, പല്ലി ചിലയ്ക്കുന്നതാണ് ഞാൻ പറയാൻ തുടങ്ങിയത്. പക്ഷേ ഞാൻ പല്ലി വീഴുന്നത് ആദ്യം പറയാൻ പറഞ്ഞു. പല്ലി ചിലയ്ക്കുന്നത് കൂടുതൽ നമുക്ക് അനുഭവപ്പെടുന്നത് മിക്കപ്പോഴും നമ്മുടെ ദേഹത്തേക്ക് ഇതെടുത്ത് ചാടുന്നതായിരിക്കും. പലപ്പോഴും നമ്മൾ തുണി അടക്കുമ്പോൾ, അയൽ വസ്ത്രങ്ങൾ വിരിക്കുമ്പോൾ, വാതിൽ തുറക്കുമ്പോൾ, ജനൽ തുറക്കുമ്പോൾ ഒക്കെ നമ്മുടെ ദേഹത്തോട്ട് ഒരൊറ്റ ചാട്ടമാണ് പല്ലി, എന്നിട്ട് ഓടും. അത് എന്തുകൊണ്ട്? ആ അവസ്ഥ കൊണ്ട് നമുക്കെന്ത് സംഭവിക്കും പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ വലത് ഏരിയ പുരുഷന്മാരാണെങ്കിൽ വലത് ഇങ്ങനെ വന്ന നേരെ അടി മുതൽ മുടി വരെ താഴം വരെയുള്ള വലതുവശം, അവിടെ എവിടെ പല്ലി വീണാലും പല്ലി വീണ ശേഷം നിലത്തേക്ക് പല്ലി ചാടി, ദേഹത്ത് പല്ലി വീണു നിലത്തേക്ക് പല്ലി ചാടി, പുരുഷന്മാർക്കാണ് കേട്ടോ,
നിലത്തേക്ക് ചാടിയ ശേഷം ഭിത്തിയിലേക്ക് കയറി പോകുന്നതാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ശുഭമാണ് ലക്ഷണം. ഇല്ല, നിങ്ങളുടെ ദേഹത്ത് വീണ പല്ലി ഭിത്തിയിലേക്ക് കയറി അവൻ ഇച്ചിരി തിരിഞ്ഞിരുന്നിട്ട് താഴോട്ട് തിരിച്ചിറങ്ങി താഴെക്കൂടെ നടന്നു പോകുന്നതാണെങ്കിൽ അത് അശുഭമായിട്ടാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു കുത്തുവാക്ക് അല്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ കല്ലിലൊന്ന് തട്ടി ഇച്ചിരി ബ്ലഡ് വന്ന് അത്തരം ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അല്ലാതെ നിങ്ങൾക്ക് വലിയ സംഭവമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ചില സമയങ്ങളെ അങ്ങനെ, അല്ലാതെ നമ്മൾ പോകുന്ന വഴി ഇത് വേച്ച് മറിഞ്ഞു പോകും. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആരെയും ഒന്ന് വഴക്ക് പറഞ്ഞു ഒരു ചെറിയ കലകം, ഇതൊക്കെയാണ് അശുഭലക്ഷണം. ശുഭലക്ഷണം എന്ന് പറഞ്ഞാൽ ചിലപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത ആരെങ്കിലും ഫോൺ ചെയ്ത് അറിയിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ലഭിക്കും. ഇവിടെ പുരുഷന്മാരുടെ ഇടതുവശത്തേക്കാണ് വീഴുന്നതെങ്കിൽ, എവിടെയും പല്ലി വീഴുന്നെങ്കിൽ അശുഭം മാത്രമേ ഉള്ളൂ. ഭീകരമായ അശുഭമല്ല, ചെറിയ തോതിലുള്ള അശുഭ ലക്ഷണമാണ്. അന്നത്തെ ദിവസം ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ ഈ ഇടതുവശം ഇനി ആർക്കാണ് നല്ലത്? ഹസ്തരേഖയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇടതുവശം സ്ത്രീകൾക്കാണ് നല്ലത്. ഇടതുവശത്തേക്കാണ് സ്ത്രീകൾക്ക് മേളിൽ നിന്ന് താഴം വരെ ഈ ഒരു ലെവൽ പിടിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് ഇടതുവശത്ത് എവിടെ പല്ലി വീണാലും സ്ത്രീകൾക്ക് ശുഭലക്ഷണം. പകരം മറിച്ച് വലതുവശത്തേക്ക് എവിടെ വീണാലും അശുഭലക്ഷണം. ഇത് മനസ്സിലാക്കിയിരിക്കുക. വീഴുന്ന മാത്രമല്ല, വീണ ശേഷം ഭിത്തിയിലേക്ക് കയറിപ്പോകുന്നതാണ് നിങ്ങൾ കണ്ടതെങ്കിൽ നിങ്ങൾക്ക് ശുഭലക്ഷണം. ഭിത്തി കയറിയ ശേഷം ഇറങ്ങുന്നതാണ് കണ്ടെങ്കിൽ അശുഭലക്ഷണം. ഇനി പുരുഷന്മാർക്ക് ഇടതുവശത്തേക്ക് പല്ലി ചാടി നിലത്തിറങ്ങി ഭിത്തിയിലേക്ക് കയറിപ്പോകുന്ന കണ്ടാൽ ദോഷം പോയി, അവിടെ അശുഭമല്ല. തിരിച്ചിറങ്ങുന്ന കണ്ടാൽ വലതുവശത്ത് വീണ ശേഷം തിരിച്ചിറങ്ങുന്ന കണ്ടാലും അവൻ അശുഭത്തിലേക്ക് തന്നെയാണ് വരുന്നത്. സ്ത്രീകൾക്ക് ഇടതുവശത്തേക്ക് വീണ ശേഷം നല്ലതെന്ന് വെച്ചാലും ഭിത്തി കയറിയ ശേഷം തിരിഞ്ഞിറങ്ങിയാണെങ്കിൽ അവൻ അശുഭം തന്നെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഭിത്തി കയറിയ ശേഷം തിരിഞ്ഞിറങ്ങാൻ പാടില്ല എന്ന് മാത്രം മനസ്സിലാക്കുക. ആരാണ്? പല്ലി. നമ്മുടെ കാര്യമല്ല. അപ്പോൾ പല്ലി തിരിഞ്ഞിറങ്ങാൻ പാടില്ല അന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് നമുക്ക് നിർബന്ധിച്ച് ചെയ്യാൻ പറ്റത്തില്ല. പല്ലിയോട് ഓടിച്ച് നമുക്ക് തിരിച്ച് മേളിൽ കയറ്റാൻ പറ്റത്തില്ല. പല്ലി എലിയാണ് ഇറങ്ങി പോകുന്ന നോക്കുക, അത്രേ ഉള്ളൂ. അല്ല പല്ലിയെ നമ്മൾ ഭീഷണിപ്പെടുത്തിയോ വരട്ടിയോ നമുക്ക് ഓടിച്ചെടുക്കാൻ പറ്റുന്ന ജീവില്ല. അത് പല സ്ഥലങ്ങളിലേക്ക് ഓടും. ചിലപ്പോൾ അത് അനങ്ങാതെ അവിടെ ഇരിക്കും, കുത്തിയാൽ പോലും അനങ്ങുകയില്ല, അങ്ങനെ ഇരിക്കും. ചത്തിനും ഇല്ലാതെ ചിലപ്പോൾ പല്ലി ഇരിക്കും. അപ്പോൾ ഇതൊരു ഗൗഡശാസ്ത്രമാണ്. ഇനി പല്ലി ചിലയ്ക്കുന്നത്, പല്ലി ചിലയ്ക്കുന്ന ശബ്ദം. നമ്മൾ യാത്ര ചെയ്യാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പല്ലി ചിലയ്ക്കുകയാണെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് ഈ വശത്തു നിന്ന് പല്ലി ചിലയ്ക്കുകയാണെങ്കിൽ, പിന്നെ വടക്ക് ഇത്രയും ദശയിൽ നിന്നാണ് പല്ലി എവിടെ നിന്ന് ചിലയ്ക്കുന്നു, മേളിൽ ഇരുന്നായിക്കോട്ടെ താഴെ ഇരുന്നായിക്കോട്ടെ സൈഡിൽ ഇരുന്നായിക്കോട്ടെ, ഈ പറഞ്ഞ കിഴക്ക് വടക്ക് പടിഞ്ഞാറ് ഈ വശങ്ങളിൽ ഇരുന്നിട്ടാണ്, എത്ര ഉയർത്തിയെന്നൊരു വീടിന് പുറത്തൊരു മരത്തിലിരുന്നിട്ടാണ് പല്ലി ചിലച്ചെങ്കിലും യാത്ര ചെയ്യാൻ പോവുകയാണെങ്കിൽ അത് ശുഭലക്ഷണമായിട്ടാണ് പറയുന്നത്. അതുപോലെ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളും ആ വശങ്ങളിലിരുന്നാണ് പല്ലി ചിലയ്ക്കുന്നതെങ്കിൽ അത് ശുഭമാണ്, അല്ലെങ്കിൽ ആ പറയുന്ന കാര്യങ്ങൾ സത്യമാണ്, അല്ലെങ്കിൽ അത് ഫലിക്കാൻ പോകുന്നു എന്നുള്ള ഇതാണ്. ഇതിനകത്ത് പറയാത്തൊരു ഭാഗമുണ്ട്, തെക്ക്, അത് അശുഭമാണെന്ന് മനസ്സിലാക്കി വെക്കുക. ബാക്കി ഡീറ്റെയിലിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ 4 ദിക്കുകളാണെന്ന് മനസ്സിലായല്ലോ. അതിൽ 3 ദിക്കുകൾ നല്ലതാണെങ്കിൽ 1 ദിക്ക് മാത്രമേ ചീത്തയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. തെക്ക് ഭാഗത്തിരുന്നിട്ടാണ് പല്ലി ഇലയ്ക്കുന്നെങ്കിൽ അത് അശുഭമാണ്. നമ്മൾ പറഞ്ഞ കാര്യമായിരിക്കാം അശുഭം, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യമായിരിക്കാം അശുഭം, അല്ലെങ്കിൽ നമുക്ക് വന്നു ചേരാൻ പോകുന്ന കാര്യമായിരിക്കാം അശുഭം, അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്ന ആ കാര്യത്തിന് ഇറങ്ങുമ്പം കേട്ട ചിലയാണെങ്കിലും അശുഭം. ബാക്കി 3 ദശയിലിരുന്നും പല്ലി ചിലച്ചാൽ അത് ശുഭം മാത്രമാണ്. ഇനി പല്ലി വീഴുന്ന കാര്യങ്ങളിൽ അല്പം നെഗറ്റീവ് സൈഡ് പറയണം. ഇപ്പം ഞാൻ ഈ ചിലച്ച കാര്യത്തിൽ അശുഭം പറഞ്ഞ പോലെ അത് നെഗറ്റീവാണല്ലോ, പക്ഷെ മനസ്സിലാക്കിയിരിക്കണം. ഭീകരമായ നെഗറ്റീവ് ഇല്ല, ചെറിയ നെഗറ്റീവ് ഉണ്ട്. ഇനി പല്ലി നമ്മുടെ തലയിൽ വീഴും. ഏറ്റവും കൂടുതൽ വീഴുന്ന പരിപാടിയാണ് പല്ലി തലയിൽ വീഴുക. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നടക്കുമ്പോൾ, വായിലോർക്കുമ്പോൾ, എപ്പോൾ വേണമെങ്കിലും തലയിൽ ചാടും. പല്ലി തലയിൽ ചാടുന്ന പരിപാടി ഏറ്റവും കൂടുതൽ നേരെ വന്ന് ഉച്ചിയിലേക്ക് വീഴും. നേരെ ഉച്ചിയിലേക്ക് വീഴുന്നതിന് 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നമ്മളായിട്ട് തന്നെ വീട്ടിലൊട്ടവരോട് വഴക്കുണ്ടാക്കും. ഇതൊരു അന്ധവിശ്വാസമായിട്ട് കൂട്ടിയാൽ മതി, പക്ഷേ ഇതൊക്കെ നടക്കുന്നതായിട്ട് വിശ്വസിക്കാതിരിക്കുക, നിങ്ങളുടെ ഇഷ്ടം പോലെ. അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പല്ലി നേരെ നമ്മൾ ഉച്ചിയിലേക്ക് വീണ് കഴിഞ്ഞാൽ ആരേലും വന്ന് നമ്മളോട് വഴക്കുണ്ടാക്കും, അല്ലെങ്കിൽ നമ്മളെ മൂഡ് ഓഫ് ആക്കും, ഇല്ലെങ്കിൽ നമ്മൾ കൂടി വഴക്കുണ്ടാക്കും. ഇനി രണ്ടാമത് പറയാനുള്ള കാര്യം, നമ്മുടെ വീട്ടിൽപ്പെട്ട ആർക്കെങ്കിലും ബന്ധുക്കൾക്ക് ചെറിയ രോഗമോ പ്രയാസമോ ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പായിട്ടും പല്ലി നമ്മുടെ തലയിൽ വീഴും. ഇത് അബദ്ധത്തിൽ ചാടാം. വാതിലേ ഇരിക്കുമ്പോൾ നമ്മൾ വാതിലോടുമ്പോൾ പേടിച്ച് ചാടാം. എന്നാലും പറയുന്നത് ഉച്ചിയിൽ വീഴുന്ന പല്ലി
ശുഭലക്ഷണമല്ല. തലയുടെ പുറകുവശത്തേക്കാണ് വീഴുന്നതെങ്കിൽ ഇങ്ങനെ വീഴുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കും. അതിന് ഒരുപാട് ചാൻസുകളുണ്ട്. തലയുടെ പുറകുവശത്തേക്ക് വീഴുന്നതിനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണെന്ന് പറയാനായിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കിടന്നുറങ്ങുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ദേഹത്തിൻ്റെ പുറകുവശത്തേക്ക് പല്ലി വീഴാനുള്ള ചാൻസുകൾ കൂടുന്നത്. ദേഹത്തിൻ്റെ പുറകുവശത്തേക്ക് പല്ലുകൾ വീഴാനുള്ള ചാൻസ് കൂടുന്നത് കാരണം വെച്ചാൽ നമ്മൾ കമന്ന് കിടക്കുമ്പോൾ, നമ്മൾ മലർന്ന് കിടക്കുമ്പോൾ നമ്മുടെ ദേഹത്തേക്ക് പല്ലി ചാടാറുണ്ട് പലപ്പോഴും. ഇങ്ങനെ ചാടുന്ന ഒരു ലക്ഷണമാണ് ബാക്കിയെല്ലാം പറയാനുള്ളത്. അതായത് അങ്ങനെ പല്ലി ചാടുമ്പോൾ നമ്മൾ കിടക്കുകയാണ്. നമ്മൾ കിടന്ന് മേളിലേക്ക് നോക്കി ഇങ്ങനെ കിടക്കുമ്പോൾ, ഇരുട്ടായിക്കോട്ടെ വെളിച്ചമുള്ളപ്പോഴായിക്കോട്ടെ ഉച്ച സമയത്തായിക്കോട്ടെ, എപ്പോഴാണ് നമ്മൾ കട്ടിൽ കിടക്കുക അല്ലെങ്കിൽ തറയിൽ കിടക്കുക, നമ്മളിങ്ങനെ നിവർന്നാണ് കിടക്കുന്നത്, മലർന്നാണ് കിടക്കുന്നത്. നമ്മൾ നെറ്റിയിലേക്കാണ് പല്ലി ചാടിയത്. നെറ്റിയിലേക്ക് പല്ലി ചാടി എന്നിട്ട് ഓടിപ്പോയി. അതിപ്പം ഭിത്തിയിലോട്ട് തിരിഞ്ഞ് കയറിയോ വളഞ്ഞു കയറിയൊന്നും നോക്കാൻ പോകണ്ട. പല്ലി വീണ് കഴിഞ്ഞാൽ ഉടനെ നെറ്റിയിലാണ് വീണതെങ്കിൽ അത് സാമ്പത്തികമായ ഉയർച്ചയാണ് കാണിക്കാൻ പോകുന്നത്. ഈ സാമ്പത്തിക ഉയർച്ച അന്നത്തേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അന്ന് വൈകിട്ടിനുള്ളിൽ എന്തെങ്കിലും ആ വീണ കുറച്ച് നേരം കഴിയുമ്പോൾ സാമ്പത്തികമായ എന്തെങ്കിലും ഒരു ലാഭം കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൂലി തിരിച്ച് കിട്ടും, അല്ല ശമ്പളം കിട്ടും. അത്രയൊക്കെ ഉള്ളൂ. അത് കിട്ടുന്ന കാര്യമാണ് ആ കാണുന്ന യോഗം. ഇനി അടുത്തതായിട്ട് നമ്മൾ തിരുനെറ്റിയിലേക്കാണ് വീഴുന്നതെങ്കിൽ അതും സാമ്പത്തികമായ അന്നത്തെ ദിവസത്തെ ഒരു യോഗമായിട്ട് തന്നെയാണ് പറയുന്നത്. നമ്മുടെ കവിളിലേക്കാണ് വീഴുന്നതെങ്കിൽ, ഏത് കവിൾ, ഇടതോ വലതോ എവിടെയാണെങ്കിലും ആയിക്കോട്ടെ, വീഴുന്നതെങ്കിൽ അത് അന്ന് ധനനഷ്ടമാണ് പറയുന്നത്. മനസ്സിലാക്കണം. ഇതൊക്കെ നമ്മുടെ ഇവിടെ പ്രാചീനമായിട്ട് നിലനിന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ പേടിച്ച് വെളിയിറങ്ങാൻ ആൾക്കാരുമുണ്ട്. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, നമ്മളങ്ങ് ജീവിക്കുക. അപ്പോൾ കവിളിലേക്കാണ് വീഴുന്നതെങ്കിൽ ധനനഷ്ടമാണ് പറയുന്നത്. അതുപോലെ തന്നെ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ കൈയുടെ പിന്നിലേക്ക്, ഇവിടെ ഇങ്ങനെ നമ്മൾ കമന്ന് കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ കൈയുടെ പുറകുവശത്തേക്ക് വീഴും. ഈ വശത്തേക്ക് പല്ലി വീഴും. ഷോൾഡറിൻ്റെ പുറകിലോട്ട് വീഴും. പുറകിലേക്ക് പല്ലി വീഴുകയാണെങ്കിൽ അത് ദുഃഖമാണ് പറയുന്നത്. അതുപോലെ നമ്മൾ ജനൽ തുറക്കുമ്പോൾ, അലമാരി തുറക്കുമ്പോൾ, കതക് തുറക്കുമ്പോൾ, നമ്മൾ കിടന്നുറങ്ങുമ്പോൾ, നമ്മൾ മലർന്നിങ്ങനെ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ നെഞ്ചിലേക്ക് പല്ലി വീഴുന്നത് ശുഭമല്ല, ദുഃഖം തരും എന്നുള്ളതാണ് പറയുന്നത്. അന്നത്തെ ദിവസം അല്ലെങ്കിൽ നേരം വെളുക്കുമ്പോൾ, രാത്രി സമയങ്ങളിലാണെങ്കിൽ നേരം വെളുക്കുമ്പോൾ നമുക്കൊരു ദുഃഖം അനുഭവം ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ വയറയിലേക്കാണ് പല്ലി ചാടുന്നതെങ്കിൽ കിടക്കുമ്പോൾ പൂർണ്ണമായും വയറ ചാടാനുള്ള സാധ്യത കൂടുതലാണ്. പലപ്പോഴും ഒട്ടെന്ന് വന്നിട്ട് ഒറ്റ വീഴ്ചയായിരിക്കും പല്ലി പിടുത്തം വിട്ട് താഴോട്ട് വീഴുമല്ലോ, പല്ലി നേരെ വയറയിലോട്ട് വീഴും. പല്ലി ആ പിടുത്തം വിട്ട് വയറയിലോട്ട് വീഴുകയാണെങ്കിൽ അത് നമുക്ക് ഒരു ചെറിയ ഭയപ്പാട്, എപ്പോഴും ഒരു ചെറിയ ഉൾഭയം വരുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് ആ കാണിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ കമഴ്ന്ന് കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ കാൽപ്പത്തി ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, കാൽപ്പത്തി തുറന്നിരിക്കും പുറകുവശത്തേക്ക് കമിഴ്ന്ന് കിടക്കുന്ന സമയത്ത്. കാൽപ്പത്തിക്കകത്തേക്ക് കാലിൻ്റെ വെള്ള ഭാഗത്തേക്ക് വീണ് കഴിഞ്ഞാൽ പായസം അല്ലെങ്കിൽ പാലും ഉൽപ്പന്നങ്ങളൊക്കെ കഴിക്കാനായിട്ടുള്ള യോഗം ആരെങ്കിലും കൊണ്ട് ഗിഫ്റ്റായിട്ട് തരും, അല്ലെങ്കിൽ പാല് കൊണ്ടുണ്ടാക്കിയ എന്തെങ്കിലും വസ്തുക്കൾ നമുക്ക് പലഹാരമായിട്ട് വാങ്ങിച്ച് കഴിക്കാനോ അല്ലെങ്കിൽ ആരെയും നമുക്ക് വാങ്ങിച്ച് തരാൻ പോകുന്ന ഒരു യോഗമാണ്. അന്നത്തെ ദിവസത്തേക്ക് ഇത്ര മണിക്കൂറിനുള്ളിൽ കിട്ടുന്ന ഒരു യോഗത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. നമ്മുടെ കഴുത്തിലേക്ക് പല്ലി ചാടും. കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ കമിഴ്ന്ന് കിടന്നാലും നിവർന്ന് കിടന്നാലും കഴുത്തിലേക്ക് പല്ലി ചാടും. അത് സുഹൃത്തുക്കളുടെ സമാഗമമാണ്. ഒന്നുകിൽ വീട്ടിലേക്ക് ഇവർ വരും, അല്ലെങ്കിൽ നമ്മളെ ഫോൺ ചെയ്യും. സുഹൃത്തിൻ്റെ സമാഗമമാണ്, അല്ലെങ്കിൽ നല്ല ബന്ധുജനങ്ങൾ ഭവനത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ബന്ധുജനങ്ങളുടെ വീട്ടിലേക്ക് നമ്മൾ പോകും. സുഹൃത്തിൻ്റെ സമാഗമമാണ് കഴുത്തിലേക്ക് പല്ലി ചാടിക്കഴിഞ്ഞാലുള്ള അനുഭവം. ഇനി മൂക്കിൻ്റെ തുമ്പിലേക്ക് പല്ലി ചാടുന്നെങ്കിൽ നമുക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള കാണിക്കുന്നൊരു സിമ്പിളാണ്. അടുത്തായിട്ട് നമുക്കൊരു എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾ, പനിയാവാം, ജലദോഷമാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ വയ്യാഴിക വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് അത് പറയുന്നത്. രണ്ട് കണ്ണുകളിലേക്കും എവിടെ ചാടിയാലും നമുക്ക് ഐശ്വര്യം വരാൻ പോകുന്നു എന്നുള്ളതാണ് ആ പറയുന്ന സിമ്പിൾ. കണ്ണുകളിലേക്ക് ചാടുക, ഇരിക്കുമ്പോഴോ നടക്കുമ്പോഴോ, ഇരിക്കുമ്പോൾ ചാടാൻ സാധ്യത കൂടുതലും ജനലുകൾ തുറക്കുമ്പോഴാണ് കണ്ണിലേക്ക് ചാടുക, അല്ലെങ്കിൽ നമ്മൾ മലർന്ന് കിടന്നുറങ്ങുമ്പോഴാണ് നമ്മുടെ കണ്ണുകളിലേക്ക് ചാടുക. അത് ഐശ്വര്യമായിട്ടാണ് പറയുന്നത്. ചെവികളിലേക്ക് ചെരിഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ചെവിയിലേക്ക് ചാടാറുണ്ട്. ചെവിയിലേക്ക് പല്ലി ചാടുകയാണെങ്കിൽ അത് അല്പം ദുഃഖം അനുഭവം വരാനുള്ള സാധ്യതയാണ് പറയുന്നത്. ഇതൊന്നും ചിലപ്പോൾ നമ്മൾ അറിയുമല്ലോ, പല്ല് ചിലപ്പം ദേഹത്ത് വീണ്ട് എഴുന്നേറ്റ് ഓടും, നമ്മൾ ചിലപ്പോൾ ഉറങ്ങും, ഒന്നും അറിയുമല്ലോ ചിലപ്പോൾ. എന്നാലും നമുക്ക് വരുന്നൊരു യോഗമാണ് ഈ പറയുന്നത്. പിന്നെ രണ്ട് കൈകളിലേക്ക് എവിടോട്ട് ചാടിയാലും, ഇപ്പോൾ കൈ ഇവിടെ ഈ ഭാഗങ്ങളിലേക്കാണ്, എന്ന് പറഞ്ഞാൽ ജനലുകൾ തുറക്കുമ്പോഴാണ് ഈ അനുഭവം എപ്പോഴും ഉണ്ടാവുക.
അല്ലാതെ നമ്മൾ കിടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ നിൽക്കുമ്പോഴൊക്കെ തലയിലോ ഷോൾഡറിലോ ഒക്കെ വീഴാനുള്ള പദ്ധതിയുള്ളൂ. ഷോൾഡറിൽ വീഴുന്ന കാര്യമാണ് ഞാൻ ഭിത്തിയിലേക്ക് കയറിപ്പോകുന്ന കാര്യം പറഞ്ഞു കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴാണല്ലോ കൂടുതൽ സംസാരിക്കുന്നത്. എവിടെ വീണാലും എന്നുള്ള യോഗം നമുക്ക് വേണം ഉറപ്പിക്കാം. ഇതൊരു ശാസ്ത്രമായിട്ട് കണ്ടാൽ മതി. അപ്പം ഷോൾഡർ വീഴുന്നതാണ് ഭിത്തി കയറുന്നത് നമുക്ക് കൂട്ടി വെച്ചാൽ മതി. ഇടതും വലുതും സ്ത്രീകളുടെ പറഞ്ഞ് പുരുഷന്മാരുടെ. അപ്പം കൈകളിലേക്ക് ഈ ഭാഗങ്ങളിലേക്കൊക്കെ പല്ലി എടുത്തിയാണ് അങ്ങനെ ചാടുന്നുണ്ടെങ്കിൽ ധനലാഭമാണ് പറയുന്നത്. ഇടതായാലും വലതായാലും വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചാടുന്നത് നമുക്ക് സാമ്പത്തികമായി യോഗം ലഭിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. ധനലാഭമാണ് പറയുന്നത്. തുടയിലേക്ക് ചാടുക, കാലുകളിലേക്ക് ചാടുക, അതൊക്കെ സന്തോഷമാണ് പറയുന്നത്. അതുപോലെ കാൽപാദങ്ങളിലേക്ക് ചാടുക, ചിലപ്പോൾ നിൽക്കുമ്പോഴായിരിക്കും കാൽപാദത്തിൻ്റെ മേളുവശം. ആദ്യം ഞാൻ പറഞ്ഞ കാലിൻ്റെ ബാക്കി വശം, അത് കമിഴ്ന്ന് നടക്കുമ്പം ബാക്കി വശം ഇങ്ങനെ തുറന്നിരിക്കും. അതിലേക്ക് പല്ലി വീണു കഴിഞ്ഞാൽ പല്ലി കയറി ഓടിയാനല്ല, പല്ലി മേളിൽ നിന്ന് വീഴണം. ഇപ്പം നമ്മൾ കട്ടിലിൽ കിടക്കുമ്പോൾ ചിലപ്പം ഈ ഭിത്തിയുടെ അരയിൽ കൂടി വന്ന് പല്ലി പതിയെ കട്ടിലെ ചാടിയിട്ട് നമ്മുടെ ദേഹം വഴി കയറിയിട്ട് ഇറങ്ങിപ്പോവും. ആ പരിപാടിയല്ല. മേളിൽ കൂടി വരുന്ന പല്ലി കൈ ഇങ്ങനെ വിട്ടുപോയിട്ട് വീഴുവരെ താഴേക്ക് ഫ്ലിപ്പായിട്ട് വീഴുന്ന പദ്ധതി. അതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. പല്ലി വീഴ്ച കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം. പല്ലി ഇതിലെ കയറിയിട്ട് കാൽപാദത്തിന് മേളിൽ കൂടി കയറിയിട്ട് പല്ലി ഇറങ്ങിപ്പോവും. ആ പരിപാടിയല്ല. പല്ലി മേളിൽ നിന്ന് പിടുത്തം വിട്ട് വീഴണം. ആ വീഴ്ചയാണ് ഈ പറയുന്നത്. ഇനി നമ്മൾ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ നമ്മുടെ കാൽപാദം ഇങ്ങനെ മേളുവശം മേളുവശം ഇങ്ങനെയാണ് നിൽക്കുക. ഇവിടോട്ട് വന്നോ ഒക്കെ വീഴും, പല്ലി വീഴും. ഇരിക്കുമ്പോൾ കസാര ഇരിക്കുമ്പോൾ മേളിൽ നിന്ന് വീഴാം. കട്ടിൽ മലർന്ന് കിടക്കുമ്പോഴും കാൽപാദത്തിലേക്ക് നേരെ മേളുവശത്ത് വീഴാം, പുറം വശത്തേക്ക് വീഴാം. മറ്റേത് അകംവശമാണ്, കാലിൻ്റെ പായസം കിട്ടുന്നു പാലിൻ്റെയൊക്കെ പറഞ്ഞു. ഇങ്ങനെ മേളിലേക്ക് വീഴുന്നുണ്ടെങ്കിൽ തീർത്ഥയാത്രയാണ് വരാൻ പോകുന്നത്. തീർത്ഥയാത്രയ്ക്ക് ആരെയും വിളിക്കും, ടൂർ പോകുന്നു അങ്ങോട്ട്, അല്ലെങ്കിൽ ഒരു നേർച്ച മുടങ്ങി കിടപ്പുണ്ട് അവിടെ പോകണമെന്നും പറഞ്ഞുകൊണ്ട് വീട്ടിലുള്ള ആരും ബന്ധുക്കൾ ഫോഴ്സ് ചെയ്യുക, അതൊക്കെ വരാനുള്ള കാര്യമാണ് ആ കാണുന്ന വീഴ്ച എന്ന് മനസ്സിലാക്കുക. നമ്മൾ ചെരിഞ്ഞ് കിടക്കുമ്പോൾ നമ്മുടെ വാരിയലിൻ്റെ വശങ്ങളിലേക്ക് വീഴും, വയറിൻ്റെ വാരിയലിൻ്റെ വശങ്ങളിലേക്ക്. ശത്രു ദോഷമാണ് കാണിക്കുക. ശത്രുദോഷം, ശത്രുക്കളുമായിട്ട് കലകം, ശത്രുക്കളുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ടാണ് ആ കാണിക്കുന്ന ദോഷം നമ്മളെ കാണിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അല്പം നമുക്ക് നെഗറ്റീവ് ഒരു വിഷയമാണ്. ശത്രുക്കളുമായിട്ടുള്ള തർക്കമാണ് കാണിക്കുന്നത്. അതുപോലെ ഈ നിതംബ ഭാഗങ്ങളിലേക്ക് കമന്ന് കിടക്കുമ്പോൾ വീഴുന്ന പല്ലി വീഴുകയാണെങ്കിൽ അത് പാമ്പ് പോലുള്ള ചില ഇഴജന്തുക്കളെ ഭയക്കേണ്ടതായിട്ട് വരുമെന്നുള്ള ഒരു അവസ്ഥ സംജാതമാകുന്നതാണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ പഴുതാര പോലുള്ള ജീവികളുടെ കുത്തേക്കാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ജീവികൾ, തേള് മുതലായ ജീവികൾ, അങ്ങനെയുള്ള വിഷജീവികൾ ഉപദ്രവിക്കാനുള്ള സാധ്യത വരുന്നു എന്നുള്ളതാണ് ഈ പുറകിലേക്ക് നിതംബ ഭാഗങ്ങളിലേക്ക് പല്ലി കമിഴ്ന്ന് കിടക്കുമ്പോൾ വീഴുകയാണെന്നുള്ള അനുഭവം എന്ന് പറയുന്നത്. നട്ടലിൻ്റെ പുറകിലെ ഏറ്റവും താഴ്വശം, നിതംബം ആരംഭിക്കുന്ന ഭാഗങ്ങളുള്ള നട്ടലിൻ്റെ ഭാഗത്തേക്കാണ് പല്ലി വീഴുന്നതെങ്കിലും നമുക്ക് അത്ര ശുഭലക്ഷണമല്ല. അല്പം രോഗപ്രശ്നങ്ങൾ വരുന്നു, വയറ് സംബന്ധിച്ചുള്ള ചില രോഗങ്ങളൊക്കെ വരാൻ പോകുന്നുള്ള സാധ്യതയാണ് കാണിക്കുന്നത് കൂടി മനസ്സിലാക്കി വെക്കുക. ഇനി പല്ലി നമ്മുടെ ദേഹത്തേക്ക് വീണ് കഴിഞ്ഞാൽ ഒരിക്കലും ദോഷം, എവിടെ വീണാലും ദോഷം ഏൽക്കാത്ത ഒരു സ്ഥലമുണ്ട്, ആരാധനാലയങ്ങൾ. ഇപ്പം പള്ളി ആയിക്കോട്ടെ, അമ്പലമായിക്കോട്ടെ, ഏതെങ്കിലും ആരാധനാലയം ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടായ്മകളായിക്കോട്ടെ. ഇങ്ങനെ ഒരു ആരാധനകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ മേളുവഴി പല്ലി സഞ്ചരിക്കും. നമുക്ക് കെട്ടിടങ്ങളാണല്ലോ, എല്ലാ ഭാഗങ്ങളിലും പല്ലിയുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും പല്ലിയുണ്ട്. ആരാധനാക്രമങ്ങളൊക്കെ നടക്കുമ്പോൾ താഴെ വഴിയൊക്കെ പല്ലി പോകുന്ന സീനുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കുട്ടികളായിരിക്കും നമ്മളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും, അടുത്ത കൂട്ടുകാർ, അതേ പ്രായത്തിലുള്ള പിള്ളേർ. മുതിർന്നു കഴിയുമ്പോൾ നമ്മൾ വളരെ മാനേഴ്സായിട്ട് നിൽക്കുക. പക്ഷേ കുട്ടിയായിരിക്കും അതൊക്കെ നമുക്ക് കോമഡിയാണ്. ആരാധന നടക്കുന്നത് നമ്മൾ നോക്കില്ല, നമ്മളവിടെ ഇങ്ങനെ അതിനെ നോക്കി ഇങ്ങനെ നിൽക്കും. പല്ലി വരുന്നു, പ്രാവ് വരുന്നു, കാക്ക വരുന്നു, പഴുതാര പോകുന്നു, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ശ്രദ്ധിച്ചിരിക്കും. നമ്മൾ മാത്രമേ അത് കാണത്തുള്ളൂ, വേറെ ആരും ആ ഗ്രൂപ്പിൽ കാണത്തില്ല. അപ്പോൾ ചെറിയ പിള്ളേരെ കുറിച്ച് നമ്മൾ പല്ലി എന്നിങ്ങനെ കാണിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന പല്ലികളുണ്ടല്ലോ. അപ്പോൾ ആരാധനാലയങ്ങളിലൂടെ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെയൊക്കെ ആൽത്തറയിലൊക്കെ ഇരിക്കുമ്പോൾ ആൽത്തറയിലൊക്കെ ഉള്ള പല്ലികൾ, മരത്തിലുള്ള പല്ലികളൊക്കെ എടുത്ത് ദേഹത്തോടെയാണ് ചില സമയങ്ങളിൽ ചാടിയിട്ട് ഓടും. അപ്പോൾ അത് ചിലപ്പോൾ പേടിച്ചിട്ടല്ല. ഇങ്ങനെയുള്ള ആരാധനാക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ അവിടെ പോയി നിൽക്കുമ്പോൾ നമ്മുടെ ദേഹത്തേക്ക് പല്ലി എവിടോട്ട് വീണാലും യാതൊരു ദോഷവും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. വീടുകൾക്കുള്ളിലും പുറത്ത് കെട്ടിടങ്ങൾക്കുള്ളിലും ജോലി സ്ഥലങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ മരങ്ങളിലും നമ്മളെവിടെയും പോയി അല്ലാതെ നിൽക്കുന്നിടത്തൊന്നും പല്ലി വീഴുന്നതിൽ മാത്രമാണ് ഈ പ്രശ്നം. ആരാധനാക്രമങ്ങൾ നടക്കുന്ന എവിടെയും പല്ലി നമ്മുടെ എവിടോട്ട് വീണാലും ഒരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ലെന്നും കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഒരു യുക്തിപരമായി ചിന്തിച്ച് കഴിയുമ്പോൾ ഇത് ഒരു കോമഡി ആയിട്ട് വന്നു. അല്ലാതെ ചിന്തിച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടന്നിട്ടുള്ളത് തട്ടിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ സത്യമായിട്ട് തോന്നും. സത്യമോ വിദ്യ ആയിക്കോട്ടെ, ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലെ പുതിയ വിഷയങ്ങളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്.
അപ്പം വിദേശരേഖയുടെ കാര്യങ്ങൾ നമ്മൾ ഇവിടെ സംസാരിച്ചിരുന്നു. പാമിസ്ട്രിയുടെ വീഡിയോകൾ നമ്മൾ സംസാരിച്ചു. കുറേ മോഡൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഏതാണ്ട് 7 മോഡലുകൾ ഞാൻ കാണിച്ചെന്ന് തോന്നുന്നു. പാമിസ്ട്രിയിൽ ഹസ്തരേഖയുടെ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചു. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് പുതിയൊരു കാര്യമായിരിക്കും. ഈ പറയുന്ന അനുഭവങ്ങളിലൂടെ എല്ലാം കടന്നു പോയിട്ടുള്ള ആളുകളാണ് നിങ്ങളെല്ലാം. നിങ്ങളുടെയൊക്കെ ബന്ധുക്കളിലും കാണും. വിദേശത്തുള്ള ആളെ വിദേശ വരെ വിവാഹം കഴിച്ച ആളുകൾ നിങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിൽ കാണും. അതുപോലെ തന്നെ വിദേശത്തേക്ക് സാധാരണ ജോലികൾ ചെയ്യുന്ന ആളുകളായിരിക്കാം നിങ്ങൾ വീഡിയോ കാണുന്ന ആളുകൾ. ചിലർ ഈ വീഡിയോ വിദേശത്തിരുന്നായിരിക്കും കാണുന്നത്. അപ്പോൾ അവരുടെയൊക്കെ കൈകളൊന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഇതിലൊക്കെ സത്യങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളുടെ അറിവിലേക്കാണ് ഒരു അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങൾ എൻ്റെ ചാനലിൽ പുതിയതായിട്ട് വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നന്ദി.